9 പ്രാവുകളെ മുംബൈയിൽ നിന്ന് പറത്തിയൊരു വ്യക്തിയാണ് ഷാനവാസ്ക. നമ്മുടെ തിരൂരുള്ള ആള് മുംബൈയിൽ കൊണ്ടുപോയിട്ട് ഹോമർ പ്രാവുകളെ മുംബൈയിൽ കൊണ്ടുപോയിട്ട് പറത്തി 9 പ്രാവുകളെ പറത്തിയിട്ട് ഇപ്പൊ നിലവിലൂടെ വന്നേക്കുന്നത് 3 പ്രാവ് അല്ലേ? 3 പ്രാവ്. ബാക്കി 6 പ്രാവിന് വേണ്ടി ആള് ഇവിടെ കാത്തിരിപ്പിലാണ്. അദ്ദേഹം അത് വരും എന്നാണ് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പ്രാവ് വരും തന്നെയാണ് ഇവിടെ വന്നപ്പോഴും പറയണത്. അപ്പൊ ആള് ഇതേപോലെ പ്രാവിനെ വിട്ടിട്ട് അവിടെ വൈകിട്ട് ആള് പോയിട്ടില്ല അല്ലെ? ഇതെങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്? മുമ്പ് കൊണ്ടുവന്ന് നമ്മളെ ക്ലബ്ബ് നിയമിച്ചിട്ടുള്ള ആളുകളുണ്ടാവും. ക്ലബ്ബ് നിയമിച്ചിട്ടുള്ള അവര് കൊണ്ടുപോകും. നിയമിച്ചിട്ടുള്ള ആളുകൾ ഓണർമാര് പോകില്ല. ഓണർമാർ ഇവിടെ വേണം, ലോഫ്റ്റിൽ വേണം. വരുമ്പോ എപ്പോഴാണ് അറിയാൻ വേണ്ടിയിട്ട്. അതെ. അപ്പൊ ഇത് കാറിലാണോ പോണത്? പെട്ടിയിലാക്കിട്ട് കൊണ്ടുപോകും. ഇത് മുംബൈയിലെ എവിടെ സ്ഥലം? മുംബൈയിൽ കുഡൂസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുംബൈയിൽ കുഡൂസ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ പ്രാവളെ കൊണ്ടുപോയിട്ട് പറത്തിയത്. പക്ഷേ ഷാനവാസ്ക പോയിട്ടില്ല. ഷാനവാസ്ക വീട്ടിൽ തന്നെയായിരുന്നു. പ്രാവളെ നോക്കി ഇവിടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ആൾക്കാർ, കമ്മിറ്റിക്കാർ കൊണ്ടുപോയി പ്രാവളെ അവിടുന്ന് റിലീസ് ചെയ്ത്. അപ്പൊ പുള്ളി പിറ്റേ ദിവസം ഇതേപോലെ പള്ളിയിൽ പോകാൻ നേരമായി ഇപ്പൊ വന്ന് കയറി നോക്കി എന്ന് പറഞ്ഞത് എങ്ങനെ വന്ന കഥ? അത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു 11-20 വരെ ലോഫ്റ്റിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇതിന് ലോഫ്റ്റ് എന്നാ പറയാ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു 11-20 വരെ ഇവിടെ ഉണ്ടായിരുന്നു സമയം. അത് കഴിഞ്ഞ് ഞാന് അത് വെള്ളിയാഴ്ച പള്ളിയിൽ പോവാൻ സമയമായി. അപ്പൊ ഇവിടെ കുളിച്ച് ഫ്രഷായി അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് എനിക്ക് തോന്നി ഒന്ന് കയറി നോക്കിയാലോ കയറി നോക്കിയപ്പോള് പിറ്റേ ദിവസം 17-ാം തീയതി അവർ കൊണ്ടുപോയിട്ടുള്ളത്. 17-ാം തീയതി കൊണ്ടുപോയിട്ട് 19-ാം തീയതി റിലീസ് ചെയ്തു. 19-ാം തീയതി ഫുഡും അതൊക്കെ കൊടുക്കും. അവർ ആ സമയത്തിന് അവർ ചെയ്യും. കൊണ്ടുപോകുന്ന ആളുകൾ അതൊക്കെ തീറ്റങ്ങളിലൊക്കെ കൊടുക്കും. 17-ാം തീയതി ഉച്ചക്ക് കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. അല്ല, വീട്ടിൽ നിന്ന് ഇത് നമുക്ക് ക്ലബ്ബുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് ടാഗ് ചെയ്തിട്ടാണ് വീടുകളെ കൊണ്ടുപോകും. സീൽ ചെയ്യും. പ്ലൈവുഡിന്റെ ബോക്സിനകത്ത് എടുത്ത് ആ ബോക്സിൽ ഇവർക്ക് തീറ്റ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. തല സംവിധാനം ഉണ്ടാവും. അതിലാണ് എല്ലാവരുടെയും ബേർഡുകൾ. അപ്പൊ ഒരു ബോക്സിനകത്ത് 17-ാം തീയതി ഇതിനെ കൊണ്ട് കൊടുക്കുമ്പോൾ ഒരു ടെൻഷനാണ് അല്ലേ? 17-ാം തീയതി സംഭവത്തിന് അവിടെ കൊടുക്കുമ്പോൾ ഒരു ടെൻഷനാണ്. നമ്മൾ കൊടുക്കണത് അതന്നെ. അപ്പൊ പല ആളുകളുടെ ബേർഡുകൾ ഉണ്ടാവും. ഒരു ബോക്സിനകത്ത് പ്ലൈവുഡിന്റെ ബോക്സാണ്. ഒരു ബോക്സിൽ 14 ബേർഡുകൾ ഇട്ടിട്ടാണ് സീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ വണ്ടിയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുവരുന്നത്. ടോട്ടൽ 6 ബോക്സാണ്. 6 ബോക്സാണ് 1000-ലേക്ക്. 1000 വലിയ ഡിസ്റ്റൻസ് അല്ല. ബേർഡുകളുടെ എണ്ണം കുറയും. ശരിക്കും പറഞ്ഞാൽ 200 കിലോമീറ്ററിലൊക്കെ 500-600 ബേർഡൊക്കെ ഉണ്ടാവും. റേസ് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ലോസ് വരുന്നതാണ്. പ്രാവള അടുക്കാണ് ഒരു റേസിൽ പ്രാവള പറത്തണത്. ലോസ് വന്ന് നഷ്ടപ്പെടും. ഫാൽക്കൺ എടുത്തുകൊണ്ടുപോകും. പിന്നെ ഇതേപോലെ കുറെ ആൾക്കാരെ കൂട്ടിലൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ വഴിക്ക് ഇറങ്ങുമ്പോ ചിലർ പിടിച്ചു വെക്കും. അങ്ങനെ ഇങ്ങനെയായിട്ട് ലോസ് ആവും. പിന്നെ ഈ പറത്തുന്ന ആളുകൾ തന്നെ അവരെ ലൈന് നിർത്താൻ വേണ്ടി മാറ്റി വെക്കും. അങ്ങനെ ഉണ്ട്. അടുത്ത വർഷത്തേക്ക് 200 യൂസ് ചെയ്യാൻ വേണ്ടി 200 ഒക്കെ പറന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തി വെക്കും. അങ്ങനെയുണ്ട്. എന്നിട്ട് ഇവർ കൊണ്ടുപോയിട്ട് അവര് പറഞ്ഞ പോലെ തീറ്റ വെള്ളമൊക്കെ സമയത്തിന് കൊടുക്കും. അപ്പൊ നമുക്ക് കൊണ്ടുപോയത് 17-ാം തീയതി ഉച്ചക്ക് കൊണ്ടുപോയി അവര് അവിടെ എത്തി. 18-ാം തീയതി മുംബൈയിലെത്തി. 18-ാം തീയതി രാത്രിയിലാണ് അവിടെ എത്തിയില്ല. പിന്നെ അത് കഴിഞ്ഞ് അവര് റൂം എടുത്ത് റെസ്റ്റ് എല്ലാം കൊടുത്ത് സ്പോട്ടിലേക്ക് ശരിക്കും 5:30 മണി 6 മണിക്ക് ഉള്ളിലായിട്ട് എത്തിക്കും. നമ്മൾ ഈ സ്പോട്ടിലെത്തും. സ്പോട്ട് ഇട്ടുണ്ടാവും. ആ സ്പോട്ടിലെത്തിക്കും. അവിടെ എത്തി. പിന്നെ അവിടെ വീണ്ടും റെസ്റ്റ് ആണ്. പിന്നെ നമ്മള് സമയം നോക്കാം. അതായത് സൂര്യൻ ഉദിച്ച് അവിടെ കാണണം. മറ്റേത് റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 8 മണിക്കാണ്